നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. ഇന്ന് വന്നത് നമ്മളുടെ വളയാറല്ല, വേലന്താവളം റൂട്ടില്. സ്ഥലത്തിന്റെ പേരെന്താ? ചുരപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. അവിടെ ഒരു ചെണ്ടുമല്ലിത്തോട്ടം നോക്കാവുന്നതാണ്. നമ്മളുടെ ഫോളോവറാണ്. നമ്മളുടെ വീഡിയോ കണ്ടിട്ട് അതേ ക്രമത്തിൽ അങ്ങനെ ചെയ്തു പോണ ആളാ. പേരെന്താ? എൻ്റെ പേര് മാർട്ടിൻ. ഈ നിങ്ങളുടെ ലാൻഡാണോ ലീസിന്? സ്വന്തം സ്ഥലത്ത് ചെയ്യുന്നത്. എന്തൊക്കെയാ ഇവിടെ ഈ നമ്മളെ തോട്ടത്തില് കൃഷിയിൽ ചെയ്തിട്ടുള്ളത്? എത്ര തൈ വെച്ചിട്ടുണ്ട്? 1000 തൈ വെച്ചിട്ടുണ്ട്. 1000 തൈ, 500 ഓറഞ്ചും 500 മഞ്ഞ. തുടക്കത്തിൽ ഇട്ട വളങ്ങള് തുടക്കത്തിലിട്ട വളങ്ങള് DAP ആണ് കൂടുതൽ ഇട്ടിരിക്കുന്നത്. DAP മാത്രമായിട്ടാണ് ഉപയോഗിച്ചത്. ചാണകപ്പൊടി ഇട്ടിട്ട് വെച്ചു, പിന്നെ DAP കൊടുത്തു. പിന്നെ തലനുള്ളല് നടത്തിയോ? അതോ തലനുള്ളൽ നടത്തി. ഒരു തവണ 2 തവണ? ഒരു തവണ നടത്തിയത് അല്ലേ? ഇപ്പൊ നട്ടിട്ട് ഏകദേശം നട്ട ഡേറ്റ് ജൂൺ 20-ാം തീയതി. ജൂൺ 20-ാം തീയതി. നമ്മള് ജൂൺ 11 എന്ന് പറഞ്ഞു. അവര് വീഡിയോ കാണാനും അവർക്ക് തൈ കിട്ടാനൊക്കെ വൈകി. 20-ാം തീയതി നട്ടു. 20-ാം തീയതി വൈകിട്ടില്ല കേട്ടോ. 20-ാം തീയതി 10 ദിവസത്തെ ലേറ്റ് ആണെങ്കിലും നമുക്ക് അതിനനുസരിച്ച് അതിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ നമ്മള് വീഡിയോ സ്ഥിരമായി കാണാറുണ്ട്. അത് ഈ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, നിങ്ങളൊരു സ്ഥിരം കർഷകനാണ് അല്ലെ? മാവുണ്ട്, പച്ചക്കറി, ഇതൊക്കെ ചെയ്യുന്ന ആളാ. പക്ഷെ ഈ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഉപകാരപ്പെടുന്നു തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും. നമ്മളങ്ങനെ ഓരോ സ്റ്റേജ് ആയിട്ട് പറയാം. ഓരോ ഘട്ടം വളരുമ്പോ എന്ത്, പൊന്തി വരുമ്പോ എന്ത്, അതങ്ങനെ ഒക്കെ കാര്യങ്ങൾ. ജൂൺ 20 ഞാൻ ഒരു 15-ാം തീയതി ആകുമ്പോഴൊക്കെ ഈ തൈ വാങ്ങിച്ചു. പക്ഷെ മഴ കൂടുതലായപ്പോ എനിക്കത് ഉഴുത് നിലം പറ്റിയില്ല, തിട്ടപ്പെടുത്തി എനിക്ക് വെക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു. അങ്ങനെ പിന്നെ നിലം ഞാൻ സ്വന്തമായിട്ട് കുബോട്ട വണ്ടിയുണ്ട്, അങ്ങനെ ഉഴുത് ഇത് ജൂൺ 20-ാം തീയതി 21-ാം തീയതി ഒക്കെ ആയിട്ട് ഇത് വെച്ചു. വെച്ചതിന് ശേഷവും പിന്നെ അടുത്തൊരു തുടർച്ചയായിട്ടൊരു മഴയായപ്പോ നമ്മൾ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രശ്നം വന്നപ്പോഴാണ് പിന്നെയും കുറച്ചും കൂടി കുറഞ്ഞത് ഗ്രോത്ത്. പിന്നെ വളർച്ച ഉണ്ടാവില്ല. പിന്നെ മഴ കുറയുമ്പോഴാണ് വളർച്ച കൂടിയത്. പിന്നെ ഇപ്പോ വെള്ളം വന്നാൽ തന്നെ പുറത്ത് ഒഴുകി പോകുന്ന തരത്തിലേക്ക് ചാലാക്കി അങ്ങനെ പോയിട്ട് ആ സൈഡിൽ കൂടി അത് ഇവിടെ വെള്ളം കെട്ടി നിൽക്കില്ല. എന്തറിയോ, ഈ വെള്ളം കെട്ടി നിന്നാൽ ചെടിയുടെ വേര് ഭാഗത്ത് വെള്ളം എത്തിക്കഴിഞ്ഞാൽ ചെയ്യണം എന്നൊന്നുമില്ല. പക്ഷെ ചെടിയുടെ ദാഹം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് വളർത്താലും ചെടി വലിക്കില്ല. പിന്നെ മഴ കുറയുന്ന സമയത്ത് ഈ നനവിൽ നിന്നും വെള്ളം ചെടി ഈ ആഹാരം വലിക്കുമ്പോൾ ഈ 5-6 ദിവസം മഴ നിന്നൂടെ. ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാ വളർച്ച? പെട്ടെന്നുള്ള ഒരു വളർച്ച കണ്ടില്ലേ? മഴ നിന്നപ്പോ നല്ലപോലെ വളർച്ച വന്നു. ആദ്യം വളം കൊടുത്ത സമയത്ത് എന്താ പറയാ, ആവശ്യത്തിന് കൂടുതൽ മഴയായിരുന്നു. അപ്പൊ വെള്ളം കെട്ടി നിന്നു. ആ വളം വെള്ളത്തിൽ പോവാണ്ട് കടക്കിൽ കെട്ടി നിന്നാലും ചെടി വലിക്കില്ല. കാരണം ചെടിക്ക് വെള്ളം കുടിച്ച് നിൽക്കുന്ന അവസ്ഥ. മഴ കുറയുമ്പോഴാട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മഴ കുറയുന്നത് കണക്കാക്കിയിട്ട് ചെയ്യണം. പിന്നെ ഇതൊരു പ്രത്യേകത എന്താ അറിയോ, പല ആൾക്കാരും പറയുന്നുണ്ട് എനിക്ക് ജോലിക്ക് പോകാണ്ട്, അതുപോലെ സമയമില്ല, ഞായറാഴ്ച ഒഴിവുള്ളൂ, വൈകുന്നേരം വന്നിട്ട്. ഇദ്ദേഹം ജോലിക്ക് പോണ ആളാ. എന്താ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യാം. പിന്നെ സ്ഥലം ഞാൻ എലപ്പുള്ളി താലൂക്ക് ആശുപത്രിയിൽ നേഴ്സാണ്. ഒരു 9 മണിയൊക്കെ എത്ര ടൈം നിങ്ങളെ? ഇറങ്ങാനുള്ള സമയമാണ് വൈകുന്നേരം വരെ. അതിന്റെ ഇടയിലും കൃത്യത ചെയ്യാ. നമുക്ക് എന്താ അറിയോ, നമ്മളുടെ ജോലിയോ നമ്മളുടെ സമയമൊന്നും ചെടിക്കറിയില്ല. നമ്മള് ചെടിക്ക് വേണ്ട സമയത്ത് വളവും മരുന്നും കൊടുക്കണം. അല്ലാതെ നമ്മൾ ജോലിക്ക് പോയി വരാൻ ഞായറാഴ്ച ഒഴിവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചെടിക്ക് കൊടുക്കേണ്ട വളങ്ങൾ കൃത്യസമയത്ത് കൊടുക്കണം. ഇപ്പൊ ഈ ചെടിയിൽ നല്ല ഗ്രോത്ത് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മള് മൊട്ട് വരാൻ നമ്മൾ 25-ാം തീയതി മൊട്ട് കാണണം എന്ന് പറഞ്ഞു അല്ലെ? ഇപ്പൊ ഇതില് ഇതാ ചെറിയ മൊട്ട്. ഇതില് ആദ്യം ഏതെങ്കിലും ചെടിയിൽ കുറച്ച് വലുപ്പമുള്ള മൊട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ മൊട്ടുകളൊക്കെ നേരത്തെ പൂവാവുന്നുള്ളത് കൊണ്ട് ആ മൊട്ട് മുറിച്ചു കളഞ്ഞു അല്ലെ? ഇനിയിപ്പോ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, നമ്മളുടെ ഈ ചെടികളിലെ മൊട്ട് കണ്ട് നിർത്തേണ്ടത് 15 ദിവസം കൊണ്ട് വിരിയുന്നു. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് 15 ദിവസം ആകുമ്പോഴേക്കും വിരിയുന്നു. അപ്പൊ ഉദാഹരണത്തിന് ഈ മൊട്ട് ഈ കാണുന്ന മൊട്ട് ഇപ്പൊ നമുക്ക് നിർത്തി കഴിഞ്ഞാല് മറ്റന്നാൾ കാണുമ്പോ ഇത് തണ്ട് നീണ്ടു വന്നിട്ടുണ്ടെങ്കിൽ അത് മുറിക്കാം. അല്ല, നിങ്ങൾക്ക് ആ ചെറിയ പൊടിമുട്ടായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത് എങ്കിൽ അത് അതേപോലെ നിർത്താം. ഇപ്പോ ഒരു 28-29 കാണുന്ന മൊട്ടുകൾ നമുക്ക് അത്തത്തിന്റെ ഒരു 2 ദിവസം മുന്നേക്കെ പൂവിടാനുള്ളൊരു സാധ്യതയുള്ള മുട്ടുകളാണ്. 15 ദിവസമാണ്. മഴ കൂടിയിട്ടില്ലെങ്കിൽ ഇത് കൃത്യമായ രീതിയിൽ പൂവിട്ടോളും അല്ലേ? അപ്പൊ ഇതിനൊക്കെ കണ്ടില്ലേ, ധാരാളം കൊമ്പുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ ചുറ്റും നോക്കും നിങ്ങൾ, ഇത്രയും കൊമ്പുകൾ വന്നിട്ടുണ്ട്. ഇതിപ്പോ നിങ്ങൾ ഒരു തവണ മുറിച്ചു,
ഒറ്റ തവണ ഒരു തവണ 2 തവണ മുറിച്ചിരുന്നെങ്കിൽ ഒരു ചെടിയിൽ തന്നെ 64 കൊമ്പുകൾ, അതായത് ബ്രാഞ്ചുകൾ ഇങ്ങനെ വരും. അപ്പൊ കൂടുതൽ, അപ്പൊ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോ ഇത് ഇതല്ലേ ഇടയിൽ ചില ബുദ്ധിമുട്ട് വരുമ്പോഴേ നമുക്ക് ചെടിക്ക് എന്ത് ചെയ്യണമെന്ന് നമുക്ക് പെട്ടെന്ന് പറ്റില്ല, മഴ കൂടിയാലൊക്കെ. അങ്ങനത്തെ സമയത്ത് ഒരു തവണയാണ് മുറിച്ചത്. 2 തവണ മുറിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറച്ചും കൂടി, ഇതന്നെ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ, കണ്ടോ അതൊക്കെ മുട്ടൊക്കെ ഇതാ വന്ന് തുടങ്ങി. ഇനി അടുത്ത വളം എന്തൊക്കെയാ കൊടുക്കാനുള്ള പരിപാടി? ഇനി അടുത്തത് 13, 27, 27 ഈ പൂ വലിപ്പം വെച്ച് കിട്ടാനുള്ള അത് പൂ വലിപ്പം വയ്ക്കുക. 13, 27, 27 കൊടുക്കുക. അതിന്റെ പിന്നെ പൂവിന് കുറച്ചും കൂടി എന്താ പറയാ ഭാരം കൂടാനും ഇതേപോലെ വലിപ്പം നന്നായി കൂട്ടാനും ഒന്നുകിൽ പൊട്ടാഷ് കണ്ടന്റ് കൂടി ഏതെങ്കിലും ഒരു വളങ്ങൾ കൊടുത്താൽ മതി. അല്ല പിന്നെ കൊടുക്കേണ്ട സാധനം എന്ന് പറഞ്ഞത് നമ്മളുടെ സീവീഡ് എക്സ്ട്രാക്ട് ജെല്ല് എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കടൽപ്പായലുകൾ എന്നിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്കൊരു ഭയങ്കര ഉഷാറാവും. ആ ഉഷാറാവുമ്പോ തന്നെ പൂവ് വലുതാവും ഉണ്ടോ. അപ്പൊ അത് പിന്നെ സ്വന്തമായ രീതിയിലുള്ള പ്രയോഗം എന്തെങ്കിലും നടത്തുക. പക്ഷെ അറിയണ ആളായതുകൊണ്ട് ഈ ഒരു വളം ചെയ്തിട്ട് പിന്നെ അതിന്റെ പുറമെ വേറെ വളങ്ങള് മാക്സിമം കയറ്റാതിരിക്കാൻ നോക്കുക. ഒരേ വളങ്ങൾ തന്നെ നല്ല രീതിയിൽ ഇങ്ങനെ കൊടുത്തു പോയാൽ മതി. ഇനി ഈ ചെടി ഇപ്പോ നിങ്ങളിപ്പോ ഓണം കഴിഞ്ഞാല് നിലനിർത്തുന്നുണ്ടോ അതോ? നിലനിർത്തുന്നുണ്ട് സർ, നിലനിർത്തണമെന്നാണ്. അപ്പൊ നമ്മൾ അതിന്റെ കാര്യങ്ങൾ ഇനി അടുത്ത ഇതില് പറഞ്ഞു തരാം കേട്ടോ. ഇതിപ്പോ ഈ പൂവ് കഴിഞ്ഞാലും നമുക്ക് ഓണത്തിന്റെ 10 ദിവസത്തെ പൂവ് കഴിഞ്ഞാലും പിന്നെ ചെയ്യേണ്ട പണികൾ ഓരോന്ന് ക്രമമായിട്ട് പറഞ്ഞു തന്നാൽ നമുക്ക് ഈ നിങ്ങളവിടെ കൂടുതൽ കല്ലറ തിരുനാൾ എന്ന് പറഞ്ഞ പരിപാടി ക്രിസ്ത്യൻസിന്റെ ഒരു ചടങ്ങുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മഹാനവമി സമയത്തേക്ക് വരെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ചെടീനെ നിലനിർത്തിയിട്ട് പൂവെടുക്കാൻ സാധിക്കും. ഇവരുടെ ഒരു ചെറിയ തോട്ടാണ്, 2 സ്ഥലത്തായിട്ട് തൈ നട്ടിട്ടുണ്ട്. മാവിന്റെ ഇടയിലാണ്. ചെറിയ മാവായതുകൊണ്ട് വെയിൽ വലിയ പ്രശ്നം വരില്ല. അത്യാവശ്യം നല്ല വളർച്ച ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ നീരൂറ്റി കുടിക്കുന്ന പ്രാണീന്റെയും അതുപോലെ വേരുതീനി പുഴുവിന്റെയും ഒരു അറ്റാക്കാണ് ഇപ്പോൾ ഇതിൽ കണ്ടിട്ടുള്ളത് ചെറുതായിട്ട്. അതിൻ്റെ ഇടയിൽ മഴ ചാറിയതുകൊണ്ട് ആ ഭാഗമൊന്നും വീഡിയോ എടുത്തിട്ടില്ല. എന്നാലും അതിനുള്ള മരുന്ന് കൊടുത്താൽ മതി. വേരുതീനി പുഴുവിനുള്ള വളങ്കടയിൽ പോയിട്ട് വേരുതീനി പുഴുവിനുള്ള ഏതെങ്കിലും മരുന്ന് മേടിക്കുക. ഈ കൊത്തും കളിയും ഇടയ്ക്കിടയ്ക്കുള്ള കാരണം കൊണ്ട് അത്ര കീടങ്ങൾ ഉണ്ടാവില്ല. എന്നാലും വരികയാണെങ്കിൽ ഇപ്പൊ ഇനി അതിനെ പരീക്ഷിക്കാൻ നിൽക്കണ്ട, വേരുതീനി പുഴുവിനുള്ള മരുന്ന് ഏതെങ്കിലും മേടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്തോളൂ. പിന്നെ നീരൂറ്റി കുടിക്കുന്ന മുകളിലുള്ള ഈച്ചയ്ക്കുള്ളത് അതിന്റെ ഒപ്പം തന്നെ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ കഞ്ഞിവെള്ളം യൂസ് ചെയ്യാൻ. കഞ്ഞിവെള്ളം അടിക്കുന്ന സമയത്ത് ഈ നീരൂറ്റി കുടിക്കുന്ന പറക്കുന്ന പ്രാണികൾ ഉണ്ടെങ്കിൽ അതിൽ പശയില ഒട്ടി നിന്നിട്ട് അവിടെ കുറച്ചു നേരം ഒട്ടി നിൽക്കുമ്പോൾ ചാവും. പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും പശ ഉണങ്ങിയിട്ട് വീണു, ഈ കഞ്ഞിവെള്ളത്തിന്റെ പശ തന്നെ ഊർന്നു പോകും, വിട്ടുപോകും. ചെടിക്ക് കേടുമില്ല. അപ്പൊ അങ്ങനത്തെ മാർഗങ്ങളൊക്കെ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ആ വീഡിയോയിൽ പറയണ പോലെ പുക ഇടണ പരിപാടികൾ അത് ഇട്ട് കഴിഞ്ഞാൽ 2 ഗുണമാണ്. 2-3 സ്ഥലത്ത് പുക ഇവിടെ ചപ്പ് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് പുക ഇട്ട് കഴിഞ്ഞാൽ ഇതിലുള്ള കീടങ്ങളും ഈ പുക കെട്ടുമ്പോൾ പോവും. അതുപോലെ എന്താ പറയാ പൂവിടാനുള്ള ഒരു ഗുണവും കിട്ടും കേട്ടോ. എവിടെയെങ്കിലും കത്തിച്ച് കനലാക്കിയിട്ട് കഴിഞ്ഞാൽ രാത്രി പാറ്റകളും ജന്തുക്കളും വന്നിട്ട് അതിലേക്ക് അട്രാക്ട് ചെയ്ത് വന്ന് ചാവും ചെയ്യും. അപ്പൊ ഇവര് ഫാമിലി അത് ചോദിച്ചില്ലേ, വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, പെങ്ങള്, വൈഫ്, 2 കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കും. അവർക്ക് വല്ല ഇൻവോൾവ്മെന്റ് ഉണ്ടോ അതിലേക്ക്? വൈഫും വരാറുണ്ട്, അമ്മയും. കുട്ടികളെ സമയത്തൊക്കെ വരും. കുട്ടികളെ ഇതിലേക്ക് ഇറക്കണം കേട്ടോ. കാരണം ഇത് അങ്ങനെ ഒരു നിലനിന്ന് പോകേണ്ട ഒരു ഇതാണ്. അപ്പൊ കുട്ടികളുടെ മനസ്സിലേക്കും ഭയങ്കര സന്തോഷം. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ ജോലിയുടെ ഗവൺമെന്റ് ജോലിയുണ്ട്, അത്യാവശ്യം വരുമാനവും കിട്ടുന്നുണ്ടാവും, പിന്നെ എന്തിനെത്ര കഷ്ടപ്പെട്ട് ഈ ചെടി മണ്ണും ഇതൊക്കെ വെട്ടി ഉണ്ടാക്കാൻ വീട്ടിലിരുന്നാ പോരെ? പക്ഷെ ഇതിലൊരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. മനസ്സിന് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ്, സന്തോഷം. നമ്മളെ ജോലിയുടെ ടെൻഷനോ തിരക്കോ അതൊക്കെ ഉണ്ടെങ്കിലും വൈകുന്നേരം വന്ന് ഈ തോട്ടത്തിൽ ഇറങ്ങി ചെടികളെ പരിപാലിച്ച് ഒക്കെ ആക്കിയപ്പോ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തോന്നും അല്ലെ? ആ സന്തോഷം കൊണ്ടാട്ടോ. അത് ഗവൺമെന്റ് ജോലിക്കാരോ പ്രൈവറ്റ് ജോലിക്കാരോ ചെയ്യണമെന്നില്ല. കർഷകർ മാത്രമേ കൃഷി ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും എവിടെയില്ല. എല്ലാവരും ചെയ്താൽ അവനവന്റെ മനസ്സിനുള്ള സന്തോഷം നമുക്ക് വളരെ, അതായത് നിങ്ങളോട് സംസാരിക്കുമ്പോഴും ആ മുഖത്തെ ഒരു എന്താ പറയാ സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സന്തോഷം തന്നെ ഇപ്പൊ വെറൊരു ജോലിക്കാരനോട് ഒരു ഏതെങ്കിലും ഒരു ഫീൽഡിൽ ജോലിക്കാരനോട് സംസാരിക്കുക, അവർ ആ ജോലിയുടെ ടെൻഷനോ മറ്റോ കാര്യങ്ങളോ ഒക്കെ പറയാം. ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ഒന്നുമല്ല സംസാരിച്ച്, മുഴുവനും കൃഷിനെ കുറിച്ചാണ്.
അത് തന്നെ കേട്ടോ ഇതിന്റെ വിജയം. അപ്പൊ ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് പറഞ്ഞപ്പോൾ ഇവര് ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ അസുഖം ബാധിച്ച ആളുകളെ അസുഖം എന്തെങ്കിലും വന്ന ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് പോണ സമയത്ത് അവരോട് കുറച്ച് ചെടികൾ നടാൻ ഒന്ന് പറഞ്ഞു കൊടുക്കുക. വളരെ കാര്യമാണ്. കാരണം അത് ഭയങ്കരമായിട്ടുള്ളൊരു ഇതുണ്ടാവുക. കാരണം പിന്നെ നിങ്ങളടുത്ത് വരുമ്പോ എന്റെ അസുഖം മാറി എന്നുള്ള കാര്യങ്ങൾ പറയണേക്കാ പുറമെ അവരുടെ അസുഖം മാറിയിട്ട് ചെടിയിൽ പൂവുണ്ടായ കാര്യവും പറയുന്നുണ്ടോ. അപ്പൊ വളരെ സന്തോഷം. നല്ലൊരു ഒരു ജോലി ചെയ്യുന്ന ഒരാള് ഇതിലേക്ക് ഇറങ്ങി ഇത്രയും ബുദ്ധിമുട്ടി വെട്ടി പണിക്കാരൊന്നും ഉണ്ടാവില്ല, മാക്സിമം പണികൾ നമ്മൾ സ്വന്തം ചെയ്യണ രീതിയിൽ. അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ വിജയം. ഇത് നല്ല രീതിയിൽ എത്തട്ടെ കേട്ടോ.